വിനോദ്, ഈ നേരത്തെ ഡാൻ സൂചിപ്പിച്ചു 12 മണിക്ക് ശേഷമാണ് സുരേഷ് ഗോപി ഡൽഹിക്ക് തിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം മുൻനിർത്തിയാണ് അനിശ്ചിതത്വം എന്നുള്ള ഘടകം മുന്നിലേക്ക് വരുന്നത്, മന്ത്രി പദവി ലഭിക്കില്ലേ എന്നുള്ള കാര്യത്തിൽ. വിനോദിന് ലഭ്യമാവുന്ന വിവരം എന്താണ്? ബി നേതൃത്വം, ബി ക്യാമ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം? എൽദോ, BJPയെ സംബന്ധിച്ച് കേരളത്തിൽ അഭിമാനകരമായ നേട്ടമാണ് സുരേഷ് ഗോപിയുടെ വിജയം. അത് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. കാരണം കേരളത്തിൽ വർഷങ്ങളായുള്ള ഒരു പോരാട്ടമല്ല BJP നടത്തുന്നത്. ബലിദാനികളെ ഏറ്റവും കൂടുതൽ നൽകിയ ഒരു നാടാണ്. അവിടെ തലമുറകളായി BJP പ്രവർത്തകർ, RSS പ്രവർത്തകർ അങ്ങനെ വലിയ പോരാട്ടം നടത്തുകയാണ്. അവിടെയാണ് ഒരു വലിയ വിജയം സുരേഷ് ഗോപി പാർട്ടിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് കൃത്യമായ പരിഗണന, വലിയ പ്രാതിനിധ്യം നൽകുക എന്ന ആഗ്രഹം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPയെ കേന്ദ്ര മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അത് കേന്ദ്ര നേതൃത്വം പൂർണ്ണ മനസ്സോടുകൂടി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു. അതേസമയം സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അതിന് പൂർണ്ണമായും അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രചരണ സമയത്ത് തന്നെ പറഞ്ഞത് തൃശ്ശൂർ തന്നെ വിജയിപ്പിച്ചാൽ തൃശ്ശൂരിലെ MP മാത്രമായിരിക്കില്ല, മറിച്ച് കേരളത്തിൻ്റെ ഒരു MP എന്ന നിലയിൽ, കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ സർക്കാരിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹമായ എല്ലാ കാര്യങ്ങളും എല്ലാ ജില്ലകളിലേക്കും കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനമായിരിക്കും താൻ നടത്തുക എന്ന കാര്യമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. മാത്രവുമല്ല, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നേരത്തെ തന്നെ കമ്മിറ്റ് ചെയ്ത ചില ചിത്രങ്ങൾ, അതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ചിത്രം ഏതാണ്ട് 100 കോടി ബജറ്റിൽ വരുന്നൊരു ചിത്രമാണ്. മമ്മൂട്ടി കമ്പനിയുടെ സിനിമയുണ്ട്, മറ്റ് ചില സിനിമകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമകൾ പൂർത്തിയാക്കുക എന്നൊരു കാര്യം അദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി അല്ലെങ്കിൽ സഹമന്ത്രി ഈ നിലയ്ക്കുള്ള കാര്യങ്ങൾ, അത് ഒരുപക്ഷെ അദ്ദേഹം സമ്മതം അറിയിച്ചേക്കും. അല്ലെങ്കിൽ കുറച്ച് വൈകി കേന്ദ്രമന്ത്രി സഭയിലേക്ക് എത്തുക എന്നൊരു ആവശ്യം, അതായിരിക്കും. ഈ സിനിമകൾ പൂർത്തിയാക്കി വളരെ വൈകാതെ തന്നെ മന്ത്രിസഭയിലേക്ക് എത്താം എന്ന ഒരു സമ്മതമൂളൽ, അതായിരിക്കും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അദ്ദേഹം ആ സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. സുരേഷ് ഗോപി ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്നലെ വൈകിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയും ചെയ്തു. ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എൽദോ, വിനോദ്, അപ്പോൾ ഈ പ്രശ്നം നിൽക്കുന്നത് ഈ 4 സിനിമ പൂർത്തിയാക്കാനുണ്ട് എന്നുള്ള അറിയിപ്പ് അല്ലെങ്കിൽ നേതൃത്വത്തെ അറിയിക്കുന്നതൊക്കെ ഒരു മന്ത്രി പദവി നൽകുന്നതിൽ അവർ വിഘാതമായി കാണുമോ എന്നുള്ളതാണ്. ചലച്ചിത്രം അത് കരാർ ഏർപ്പെട്ടിട്ടുണ്ടാകാം, അപ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള സമയം, സാവകാശം ലഭിച്ചാൽ പോരെ അത് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതിന് തടസ്സം? ആ തരത്തിലേക്കൊക്കെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. സ്പെക്കുലേഷൻസ് ഒരുപാട് വരുന്നതുകൊണ്ടാണ്. എൽദോ, നേരത്തെ തന്നെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായി സുരേഷ് ഗോപിയെ നിയമിച്ചിരുന്നു. കൊൽക്കത്തയിലാണ് ആസ്ഥാനം. അപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് തിരഞ്ഞെടുപ്പിന് മുൻപാണ്, സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഒരു നിയമപ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയാകുന്നതിന് അത് തടസ്സമില്ല എന്ന് അറിയിക്കുകയും പിന്നീട് സുരേഷ് ഗോപി ആ ചുമതല ഏറ്റെടുക്കുകയുമായിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി പദത്തിലേക്കുള്ള സുരേഷ് ഗോപിയുടെ കടന്നുവരവ്, അത് BJPയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരള ഘടകത്തെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശത്തോടു കൂടി ഉള്ള കാര്യമാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിലടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂരിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഈ അവസരം ഒഴിവാക്കരുത്, കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തണം. കാരണം രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടുത്തെ നേതാക്കളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകളുമെല്ലാം അതെല്ലാം തന്നെ കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായും രാഷ്ട്രീയമായി ചിന്തിക്കുന്നു. കേന്ദ്രമന്ത്രി പദം അത് കളയരുത്, ഒഴിവാക്കരുത് എന്ന ഒരു ആവശ്യം തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് കേരളത്തിലൊരു നേട്ടമുണ്ടാകുമ്പോൾ അത് പരമാവധി ജനങ്ങളെ സന്തോഷിപ്പിക്കുക. അല്ലെങ്കിൽ BJP കേരളത്തെ തഴഞ്ഞിട്ടില്ല, വലിയ പ്രാധാന്യം BJP കേന്ദ്ര നേതൃത്വം കേരളത്തിന് നൽകുന്നു. സുരേഷ് ഗോപി മന്ത്രിയാവുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ, കൂടുതൽ വികസന പദ്ധതികൾ അത് തൃശ്ശൂരിൽ മാത്രമല്ല കേരളം എമ്പാടും വരും എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ പാർട്ടിക്കൊരു മൈലേജ് ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ വരിക എന്നത് ഏവരുടെയും, പ്രത്യേകിച്ച് BJP അനുഭാവികളുടെയും നേതാക്കളുടെയും ഇവിടുത്തെ സാധാരണ പ്രവർത്തകരുടെയും ഒരു ആഗ്രഹവും ഒരു വികാരവുമാണ്. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞത് തനിക്ക് മന്ത്രിസ്ഥാനം എന്നതിനപ്പുറത്തേക്ക് ഒരു മന്ത്രി കസേരയിൽ ഇരുത്തി തന്നെ ചുരുക്കരുത്, മറിച്ച് ഒരു 10 മന്ത്രിമാരെങ്കിലും താൻ പറയുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്ന നിലയിലേക്ക് ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്.
തൃശ്ശൂരിലേക്ക് മാത്രമല്ല മറിച്ച് ദക്ഷിണേന്ത്യയുടെ തന്നെ ഒരു ബ്രാൻഡ് അംബാസഡർ BJPയുടെ ഏറ്റവും വലിയ ഒരു പ്രവർത്തകനായി മാറാൻ താൻ ആഗ്രഹിക്കുന്നു. അത് തമിഴ്നാട് കൂടി സുരേഷ് ഗോപി പറഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് തൻ്റെ പ്രവർത്തനം തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന കാര്യം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര മന്ത്രി എന്ന നിലയിലേക്ക് മാത്രം ഒതുങ്ങുന്നതിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. പക്ഷേ പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായും നേരത്തെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതുപോലെ മന്ത്രിസ്ഥാനം സുരേഷ് ഗോപി ഏറ്റെടുക്കും. പക്ഷേ ഇപ്പോഴും ഒരു അനിശ്ചിതത്വമുണ്ട്. അദ്ദേഹത്തിന് മുന്നിലുള്ള കാര്യങ്ങൾ ഇതാണ്: പൊതുവിൽ പ്രവർത്തിക്കുക, കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുക, കൂടുതൽ മന്ത്രിമാരോട് സംസാരിക്കാനും സ്വതന്ത്രമായി ഇടപെടാനും കഴിയണമെങ്കിൽ ഒരു MP എന്ന നിലയിൽ ആ നിലയിൽ തന്നെ നിൽക്കുക, കൂടുതൽ ആവശ്യങ്ങൾ നേടിയെടുക്കുക. മറ്റൊന്ന്, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം കരാറിൽ ഏർപ്പെട്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് ആ സിനിമയിലേക്ക് കടന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ ബിഗ് ബജറ്റ് ചിത്രം, 100 കോടിയുടെ ചിത്രം അടക്കം, മമ്മൂട്ടി കമ്പനിയുടെ ചിത്രം അടക്കം പലതും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് കേന്ദ്രമന്ത്രി സ്ഥാനം അതുവരെ ഒരുപക്ഷെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി അല്ലെങ്കിൽ സഹമന്ത്രി എന്ന നിലയിലേക്ക് ഒരു ആവശ്യം കൂടി ഒരുപക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ചേക്കും. ഏതായാലും ഇപ്പോഴും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. എൽദോ. ഓക്കെ, എന്നാലും തിരുവനന്തപുരത്ത് വസതിയിലാണ് സുരേഷ് ഗോപി. ഇതുവരെയും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. 12 മണിയോടുകൂടിയാണ് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ അതിൽ സുരേഷ് ഗോപി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പുലർത്തുകയാണ്.